വിരാസ് ഫുഡ് ബുക്ക്. നമുക്ക് മാജിക് മസാല വെച്ചിട്ട് ചോറിനും ചപ്പാത്തിക്കൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു നല്ലൊരു വെജിറ്റബിൾ കറി എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് പച്ചക്കറികൾ എടുത്തിട്ടുണ്ട്. ഞാനത് സാമ്പാറിന് മേടിക്കുന്ന പച്ചക്കറി കിറ്റിയിൽ നിന്ന് കുറച്ച് എടുത്തതാണിത്. നമുക്ക് ഏത് പച്ചക്കറി വേണമെന്നുണ്ടെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ എടുത്തേക്കുന്നത് കുറച്ച് ചേന, അതുപോലെ ക്യാരറ്റ്, ബീൻസ്, മുരിങ്ങാക്കോൽ, ഉരുളക്കിഴങ്ങ്, അങ്ങനത്തെ കുറച്ച് പച്ചക്കറികൾ എടുത്തിട്ടുണ്ട്. നമുക്ക് എങ്ങനെയാണ് ഇതുണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം. ഇനി നമുക്ക് ഒരു കുക്കർ എടുക്കാം. അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പച്ചക്കറികൾ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 2 പച്ചമുളക് ഇട്ട് കൊടുക്കാം. നമ്മുടെ മാജിക് മസാല ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. മാജിക് മസാല കഴിയാറായി കേട്ടോ. കുറച്ചും കൂടി ഉള്ളൂ, ഒരു കറിക്കും കൂടി ഉള്ളൂ. ഒരു 3 ടേബിൾ സ്പൂൺ മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് 1/2 കപ്പ് ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കാം. ഒരു തണ്ട് വേപ്പിലിട്ട് കൊടുക്കുക. ഇതിൽ ചാറ് കുറച്ചും കൂടി വേണമെന്നുണ്ടെങ്കിൽ ചൂടുവെള്ളം കുറച്ചും കൂടി ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. കുറച്ച് വെള്ളം പോരായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു 3/4 കപ്പ് വെള്ളം കേട്ടോ. കുക്കറിൻ്റെ മൂടി വെച്ച് കൊടുത്തതിന് ശേഷം ഹൈ ഫ്ലെയിമിൽ കറക്റ്റ് 2 വിസിൽ വരുത്താം. ഇപ്പോൾ 2 വിസിൽ വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. നല്ല കുറച്ചും കൂടി ചാറ് വേണ്ടവർക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പച്ചക്കറികൾ ഈ ഒരു മസാല വെച്ചിട്ട് ഇതേപോലത്തെ ഒരു കറി ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഇതിലേക്ക് 1 ടീസ്പൂൺ മല്ലിയില ചേർത്ത് കൊടുക്കുക. പിന്നെ വേണ്ടത് 1 ടേബിൾ സ്പൂൺ ചെറുനാരങ്ങയുടെ നീര്, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇത് പുളി നോക്കിയിട്ട് നിങ്ങൾക്ക് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ല ടേസ്റ്റായിട്ടുള്ള കറിയാണ് കേട്ടത്. ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാവുന്നതാണിത്. എൻ്റെ ഈ കുക്കറിൽ 2 വിസിൽ കൊണ്ട് തന്നെ എനിക്ക് പച്ചക്കറിയൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഈ 2 വിസിൽ വന്നിട്ട് നിങ്ങൾക്ക് വെന്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്നും കൂടി 1 വിസിലും കൂടി വരുത്തണം കേട്ടോ. ചിലർ പറഞ്ഞിട്ടുണ്ട് അവരെ കുക്കറിൽ 2 വിസിലിൽ വെന്ത് കിട്ടാനില്ലെത്താന്നിങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചില കുക്കറിൽ 2 വിസിൽ കൊണ്ട് വെന്ത് കിട്ടും, ചില കുക്കറിൽ ചിലപ്പോൾ 3 വിസിലൊക്കെ വേണ്ടി വരും. അത് നിങ്ങൾ നോക്കിയിട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. അപ്പോൾ അടുത്ത വീഡിയോ ഇട്ട് വരുന്നവരെ ഓക്കെ, ബൈ, സീ യു.